ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഭയങ്കര ത്രില്ലിലാണ്. എന്താണ് ത്രില്ലെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്? അതെ, പറയുന്നു വേണത്. അത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് രാംദാസ് തിയേറ്ററിൽ നമ്മുടെ ലാലേട്ടൻ്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ 2 സിനിമ കണ്ടു. എൻ്റെ അമ്മോ, 2:15 തുടങ്ങിയിട്ടുള്ള രോമാഞ്ചിഫിക്കേഷൻ 5:15 വരെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നിന്നു. ഞാൻ ഈ പടം തൊട്ട് റിവ്യൂ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും നാൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മുതൽ ഞാൻ ലാലേട്ടൻ്റെ ഭയങ്കര കട്ട ഫാനാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതിനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ ഒക്കെ പാഴായി. എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. എന്തായാലും നമുക്ക് സിനിമയിലേക്ക് വരാം. തുടക്കത്തിൽ 15 മിനിറ്റ് എൻ്റെ വയലൻസ് വയലൻസ് വയലൻസ്. ആ വയലൻസ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു എൻട്രി ഉണ്ട്. എൻ്റെ അമ്മോ, ഈ പടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം തുടങ്ങിയിട്ട് ഈ വില്ലന്മാരുടെ എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ വില്ലന്മാർ കാട്ടിക്കൂട്ടണ കാണുമ്പോൾ നമുക്ക് ഇതിൽ നായകൻ ഇവരെ രക്ഷിക്കാൻ ആരെങ്കിലും ഒരാൾ ഇപ്പം വരണം എന്ന് തോന്നിപ്പോവും. എനിക്ക് പല തവണ സിറ്റുവേഷനിൽ അത് തോന്നിയിട്ടുണ്ട്. പടം കണ്ടതിന് ശേഷം ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തോടെ ഈ വീഡിയോ എടുക്കുന്നത്. ഈ പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ ആവേശം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കഥ വരെ നിങ്ങളുടെ മുന്നിൽ പറയും. പക്ഷേ ഇതിൽ ലാലേട്ടൻ്റെ എൻട്രി, എൻ്റെ അമ്മോ, കിഡിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഗംഭീര കിഡിലൻ സാധനം. അത്രയ്ക്കധികം രസമുണ്ട് ആ എൻട്രി. ഇത് പൃഥ്വിരാജിനെ പോലെ ഞാൻ പറയാ വെച്ചെങ്കിൽ, പൃഥ്വിരാജ് ആകെ ഒരൊറ്റ സിനിമ എടുത്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ, പൃഥ്വിരാജ് ഒരു 15 പടം 25 പടം എടുത്തിട്ടുള്ള അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണെന്നാണ് തോന്നുന്നത്. അത്രയ്ക്കധികം ഒരു തൊട്ട് അവസാനിക്കണ വരെ ഒരു ലാഗും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ പല റിവ്യൂ കണ്ടു, പല എന്താ പറയുക അഭിപ്രായങ്ങളും കേട്ടു സിനിമ കണ്ടു വന്നതിന് ശേഷം. പക്ഷേ ആ പറയുന്നതൊന്നും എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല. അത്രയ്ക്കധികം ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങളെല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ കാണണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. തെറി വിളിക്കരുത്. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പല ആൾക്കാർക്കും അങ്ങനെ ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവട്ടെ, കുഴപ്പമില്ല. എന്തായാലും എല്ലാവരും സിനിമ കാണണം. അത്രയ്ക്കധികം ഗംഭീര സിനിമ തന്നെയാണ് ഈ എമ്പുരാൻ 2. ഞാനത് തന്നെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഥ പറയുമോ എന്നുള്ളൊരു പേടി എനിക്കുള്ളത് കൊണ്ടാണ് അതിൻ്റെ ചില ഭാഗങ്ങൾ എന്നല്ലേ ഞാൻ പറയാം. പടം തുടങ്ങിക്കഴിഞ്ഞിട്ട് കേരളത്തിൽ വന്നതിന് ശേഷം മഞ്ജുവാരെ, അത് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, മഞ്ജുവാരുടെ അടുത്തേക്ക് ലാലേട്ടൻ വരുന്നൊരു സീനുണ്ട്. എൻ്റെ അമ്മോ, ആ സീനിൽ നമ്മൾ കോരിത്തരിച്ചിരുന്നു പോവും. നമുക്ക് മനസ്സിലാവും ഇത് ലാലേട്ടൻ തന്നെ ആയിരിക്കും എന്നിരുന്നാലും ആ സീനൊക്കെ ഉണ്ടല്ലോ, ഒന്നൊന്നര സീനാണ്. അത് നിങ്ങൾ കാണും ബ്രോസ്. എല്ലാവരും മറക്കാതെ നാളെ തന്നെ പോയിട്ട് ആ സിനിമ കണ്ടോളാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ഇന്ന് മുതൽ നിങ്ങൾ വെറുപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ വരും. ഞാൻ സിനിമ കണ്ടിട്ട് വീഡിയോ ഇടും. എല്ലാവരും കമൻ്റ് ഇടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.